നെക്സ്റ്റ് CAD 3D നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം മാറ്റി കാണിച്ചു തരാം. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഷോർട്ട് കീ MAT എന്നാണ് ഷോർട്ട് കീ. അപ്പോൾ മെറ്റീരിയൽ ബ്രൗസർ ഇത് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാവുക. ഇവിടെ ഹോം ബട്ടൺ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ അതിൽ ഓട്ടോഡെസ്ക് ഉണ്ടാവും. അത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് വരും. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ റൂഫിന് കൊടുത്തു കാണാം. റൂഫിലൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. റൂഫിങ് സെലക്ട് ചെയ്തു. റൂഫിങ്ങിൽ ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. റൂഫിങ് ഇപ്പോൾ നമുക്ക് ഈ വേറെ മെറ്റീരിയൽ വേണ്ടിച്ചാൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിൽ കൊണ്ടിടാം. അപ്പോൾ ആ മെറ്റീരിയൽ മാറിയിട്ടു. ഇപ്പോൾ നമുക്ക് വേറെ വേണ്ടിച്ചാൽ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ ഏതാണ് ആവശ്യം വെച്ചാൽ അതവിടെ മാറി വരും. ഇപ്പോൾ റൂഫിങ് മാറി. നെക്സ്റ്റ് കോൺക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ തന്നെ താഴെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ അത് മാറ്റാം. ഏതാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ മാറ്റി കൊണ്ടുവരാം. എല്ലാതും എന്ത് ചെയ്യണേ ജസ്റ്റ് ഫ്ലോറിങ് ആണെങ്കിൽ തന്നെ ടൈല് വിനയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഏത് മെറ്റീരിയൽസ് ആണോ വേണ്ടിച്ചാൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടാൽ നമുക്കിവിടെ മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഇനി ഈ മെറ്റീരിയൽസ് കൊടുക്കുന്നത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഏത് വ്യൂവിൽ ഇടണം. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് വ്യൂസ് ഉണ്ടല്ലോ. അതിൽ കൺസെപ്ഷനിലാണെങ്കിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൊടുത്ത മെറ്റീരിയൽസ് കാണാൻ പറ്റില്ല. ഷെയ്ഡിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റിയലിസ്റ്റിക്കിൽ ഇടണം. റിയലിസ്റ്റിക്കിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതുപോലെ മെറ്റീരിയൽസ് കാണുള്ളൂ. നമ്മൾ കൊടുത്ത മെറ്റീരിയൽസ് കാര്യങ്ങളും എന്ത് ചെയ്യും കറക്റ്റ് കാണാൻ പറ്റിയതാണ് റിയലിസ്റ്റിക് വ്യൂവിൽ ഇട്ടാൽ മാത്രമാണ് കാണുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് റെൻഡറിങ് ചെയ്യാൻ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഫിഗർ കംപ്ലീറ്റ് ആയി വരച്ചു കഴിഞ്ഞ് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് റെൻഡറിങ് ചെയ്യുന്നത്. അപ്പം അതിന് വിഷ്വലൈസ് ടാബ് ഓൺ ആക്കുക. അതിൽ ക്യാമറ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ റെൻഡർ ടു സൈസ് എന്ന് വരും. റെൻഡർ ടു സൈസിന് മുമ്പ് എന്ത് ചെയ്യണം ഫസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്യണം. എത്ര ക്വാളിറ്റിയിലാണ് റെൻഡറിങ് ചെയ്യേണ്ടത്. ലോ മീഡിയം ഹൈ എന്നുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ ലോ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ലോ ക്ലിക്ക് ചെയ്തു. പിന്നെ സൈസ് സെലക്ട് ചെയ്യണം. അതിൽ ലാസ്റ്റ് വൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ മെറ്റീരിയൽസിൻ്റെ ടെക്സ്റ്റേഴ്സ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഓണായി വരണമെന്നുണ്ടെങ്കിൽ റെൻഡർ ചെയ്ത് വരുമ്പോൾ സാധനം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇത് ഓണായി കൊടുക്കുക. പിന്നെ സൺ സ്റ്റാറ്റസ് ഓണായി കൊടുക്കുക. ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ നിഴൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ഓണായി കൊടുക്കുക. പിന്നെ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. അതിനനുസരിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ റെൻഡർ ഇൻ വിൻഡോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ വിൻഡോയിൽ കാണുന്ന പോർഷൻ മൊത്തം റെൻഡർ ചെയ്യണമെങ്കിൽ ഇവിടെ വിൻഡോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതാണോ കാണിച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വിൻഡോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു കപ്പിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. റെൻഡറിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് റെൻഡർ ചെയ്ത ആ ഒരു ഫിഗർ കിട്ടും. ഞാൻ ഷാഡോ കൊടുത്തതുകൊണ്ടാണ് എന്താണ് ഗ്ലൈസിങ് വരുന്ന മെറ്റീരിയൽ അതുകൊണ്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ പോലെ കാണിക്കുന്നത്. ഷാഡോ കൊടുത്തില്ലെങ്കിൽ ഇത് കാണിക്കില്ല. ഇനി ലാസ്റ്റ് വേണമാണ് ആനിമേഷൻ്റെ ഷോർട്ട് കീ ആണ് ആനിപാത്ത്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മുടെ വ്യൂ മാറ്റി എന്ത് ചെയ്യാൻ ഒരു 2D വയർ ഫ്രെയിമിലേക്ക് മാറ്റണം. ഇത് എന്ത് ചെയ്യുക ടോപ്പ് വ്യൂവിൽ എന്ത് ചെയ്യണം മൊത്തം കാണുന്ന രീതിയിലൊരു സർക്കിൾ വരക്കണം. സാധാരണ രീതിയിൽ നമ്മൾ സർക്കിൾ വരക്കുന്നത് അതേപോലെ ഒരു സർക്കിൾ വരക്കണം. സർക്കിൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആനിമേഷൻ്റെ ഷോർട്ട് കീ ആണ് ആനിപാത്ത് എന്നാണ് അതിൻ്റെ ഫുള്ള്. അതിന് ഷോർട്ട് NI അടിച്ചാൽ നമുക്ക് വരും. അപ്പോൾ ആനിപാത്ത് സെലക്ട് ചെയ്യുക. ആനിപാത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഈ ഒരു സർക്കിൾ ചുറ്റുപോറും ക്യാമറ കൊടുത്തിട്ട് ഒരു വീഡിയോ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ലിങ്ക് ടു ടാർജറ്റ്. ഏതിലേക്കാണ് ടാർജറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത്. പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക എവിടെയാണ് ക്യാമറ വരച്ചാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് എത്ര സെക്കൻഡ് വേണമെന്നുള്ള മാറ്റി കൊടുക്കാം. 30 സെക്കൻഡ് കൊടുക്കാം. പിന്നെ അതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് റിയലിസ്റ്റിക് ആണ് കാണിക്കാം. പിന്നെ അതുപോലെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഫോർമാറ്റിലേക്കാണ് വേണ്ടിച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാമറ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ നന്നായി കാണാൻ പറ്റും. ക്ലോസ് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിട്ട് നമ്മുടെ ഫയലിൽ കിടക്കുന്നുണ്ടാവും.